hypertension, Alzheimer's, diabetes, hyperlipidemia. ഉപ്പാ ആകെ കൺഫ്യൂഷനായി. എന്താ ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻസുലിൻ അധികമുണ്ട്, പക്ഷേ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല. ഇൻസുലിൻ്റെ മെയിൻ പ്രവർത്തനമാണ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും അഡിപ്പോസ് ടിഷ്യൂയിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ പല കാരണം കൊണ്ട് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയാവാതെ ഗ്ലൂക്കോസ് പോവുകയില്ല, എന്നാൽ ഇൻസുലിൻ കൂടിക്കൊണ്ടിരിക്കും. ഇൻസുലിൻ കൂടുമ്പോൾ നമ്മുടെ ക്യാൻസറിന് കാരണമാകും, ഡയബറ്റീസിന് കാരണമാകും, ഓർമ്മ കുറഞ്ഞ അൾഷിമേഴ്സ് വരെ ഉണ്ടാവാം. പിന്നെ ശരീരത്തിലെ മസിൽസ് ഒക്കെ കുറഞ്ഞ് സാർക്കോപീനിയ ഉണ്ടാവാം, PCOD ഉണ്ടാവാം, ഫാറ്റി ലിവർ ഉണ്ടാവാം. പിന്നെ ഈ നമ്മുടെ രക്തക്കുഴലിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം ബേസിസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പിമ്പിൾസും ഉണ്ടാവും. ഇതിനുള്ള കാരണം എന്താ? ഇതിനുള്ള കാരണം ഒന്ന്, നമുക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് ഇല്ല. രണ്ട്, നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അധികം കഴിക്കുന്നു, നമ്മൾ സാച്ചുറേറ്റഡ് ഓയിൽസ് അധികം കഴിക്കുന്നു, കൂടുതൽ മധുരം കഴിക്കുന്നു. ഇതെല്ലാമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ തുടക്കത്തിന് കാരണം. ഇതിനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കുറക്കണം, പ്രോട്ടീൻസ് അധികം കഴിക്കണം, നന്നായി കാർഡിയോ എക്സസൈസും മസിൽ എക്സസൈസും ചെയ്യണം. ഇങ്ങനെ മാത്രമാണ് നമുക്ക് ഭാവിയിൽ സ്ട്രോക്കും ഹാർട്ട് ഡിസീസും ഡയബറ്റീസും ഇല്ലാതാക്കാനും PCOD മാറ്റാനും കഴിയുള്ളൂ. താങ്ക് യു.